റവന്യൂ ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിൻ്റെയും ഭാവന സ്റ്റുഡിയോസിൻ്റെയും റവന്യൂ അനാലിസിസ് വീഡിയോ ആണ്. നമ്മൾ ഈ ചാനലിൽ മലയാളത്തിലെ പല സെലിബ്രിറ്റികളുടെയും പ്രൊഡക്ഷൻ ഹൗസുകളുടെ റവന്യൂ അനാലിസിസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വീഡിയോയിൽ വന്ന ഒരു കമൻറ്റാണ് ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിൻ്റെ റവന്യൂ അനാലിസിസ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിൻ്റെ വീഡിയോ ചെയ്യുവാനായിട്ടുള്ള സ്റ്റഡികൾ നടത്തി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എന്തുകൊണ്ടാണ് ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിൻ്റെയും ഭാവന സ്റ്റുഡിയോസിൻ്റെയും ഒരുമിച്ച് ചെയ്യുന്നതെന്ന്. എന്തുകൊണ്ടെന്നാൽ ഇത് രണ്ടും ഒറ്റ കമ്പനിയാണ്. കളർ പ്ലാനറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നതാണ് ഈ കമ്പനിയുടെ പേര്. ഈ കമ്പനി 2022 മാർച്ച് 14 കാക്കനാട് ബേസ് ചെയ്തിട്ടാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. കമ്പനിക്ക് ആകെ 7 ഡയറക്ടേഴ്സാണ് ഉള്ളത്. ഒരു അഡീഷണൽ ഡയറക്ടർ ഉൾപ്പെടെ 7 ഡയറക്ടേഴ്സാണ് കമ്പനിക്ക് ആകെ ഉള്ളത്. ഒന്നാമത്തെ ഡയറക്ടർ ശ്യാം പുഷ്കരനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ റൈറ്റർ ശ്യാം പുഷ്കരനാണ് ഒന്നാമത്തെ ഡയറക്ടർ. രണ്ടാമത്തെ ഡയറക്ടർ എന്ന് പറയുന്നത് ദിലീഷ് ഫിലിപ്പാണ്. ദിലീഷ് ഫിലിപ്പ് എന്ന് പറയുന്നത് ദിലീഷ് പോത്തനാണ്. മൂന്നാമത്തെ ഡയറക്ടർ എന്ന് പറയുന്നത് രമേശ് ചന്ദ്രശേഖരൻ നായരാണ് മൂന്നാമത്തെ ഡയറക്ടർ. നാലാമത്തെ ഡയറക്ടർ എന്ന് പറയുന്നത് ലീമ ജോസഫാണ്. അഞ്ചാമത്തെ ഡയറക്ടർ എന്ന് പറയുന്നത് ഫഹദ് ഫാസിലാണ്. ആറാമത്തെ ഡയറക്ടർ എന്ന് പറയുന്നത് അറക്കൽ ദിനേഷ് ഗിരീഷാണ്. അപ്പോൾ ഈ പേര് കേട്ടിട്ട് പ്രേമലുവിൻ്റെ ഡയറക്ടർ ഗിരീഷ് ഏടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കത് ഉറപ്പില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. ഈ ഗിരീഷ് അഡീഷണൽ ഡയറക്ടറായിട്ടാണ് ഈ വർഷം 2024 കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത്. ഏഴാമത്തെ ഡയറക്ടർ ബിനു ചന്ദ്രശേഖരൻ നായരാണ്. അങ്ങനെ കമ്പനിക്ക് ടോട്ടലി 7 ഡയറക്ടേഴ്സാണ് ഉള്ളത്. ഇതിൽ തന്നെ രമേശ് ചന്ദ്രശേഖരൻ നായരാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. നമുക്കിനി കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കമ്പനിക്ക് ആകെ 5 ഷെയർ ഹോൾഡേഴ്സാണ് ഉള്ളത്. കമ്പനി ആകെ അലോട്ട് ചെയ്തിരിക്കുന്ന ഷെയർസ് എന്ന് പറയുന്നത് 5 ലക്ഷം ഷെയർസാണ് കമ്പനി ആകെ അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഒന്നാമത്തെ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞ് രമേശ് ചന്ദ്രശേഖരൻ നായരാണ്. അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത് 25% ഷെയറാണ് ഇദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത്. ഷെയർസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞ് 1,25,000. രണ്ടാമത്തെ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞ് ലീമ ജോസഫാണ്. ലീമ ജോസഫും സെയിം തന്നെ 25% ഷെയർസാണ് ഹോൾഡ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞ് 1,25,000. മൂന്നാമത്തെ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞ് ദിലീഷ് ഫിലിപ്പാണ്. അതായത് നമ്മുടെ ഡയറക്ടർ ദിലീഷ് പോത്തനാണ്. ദിലീഷ് പോത്തൻ ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് എന്ന് പറയുന്നത് 16.67% ഷെയർസാണ് ദിലീഷ് പോത്തൻ ഹോൾഡ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞ് 83,334 ഷെയർസാണ് ദിലീഷ് പോത്തൻ ഹോൾഡ് ചെയ്യുന്നത്. അടുത്ത ഷെയർ ഹോൾഡർ, നാലാമത്തെ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞ് ശ്യാം പുഷ്കരനാണ്. ശ്യാം പുഷ്കരനും 16.67% ഷെയർസാണ് ഹോൾഡ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 83,333. അഞ്ചാമത്തെ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിലും 16.67% ഷെയർസാണ് ഹോൾഡ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 83,333. അപ്പോൾ ഈ 5 പേരുമാണ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ്. ഇതിൽ തന്നെ രമേശ് ചന്ദ്രശേഖരൻ നായരും ലീമ ജോസഫുമാണ് കമ്പനിയുടെ 50%. അവർ 25 വച്ചിട്ട് 50% ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത്. ബാക്കി വരുന്ന 50% ഷെയർസ് എന്ന് പറഞ്ഞത് ദിലീഷ് പോത്തനും ശ്യാം പുഷ്കറിനും ഫഹദ് ഫാസിലും ഈക്വലിയാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് നമ്മൾ പറയാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഇയർ 2022-23 ഇയറിലെ ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. 2023-24 അതായത് കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് അവൈലബിൾ ആവണമുള്ളൂ. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രേമലു സിനിമ ഇവരാണല്ലോ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ പ്രേമലു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ആയിട്ടില്ല. ഇത് അതിന് മുമ്പുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ്. അപ്പോൾ പ്രേമലുവിൻ്റെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അടുത്ത ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ് വരുള്ളൂ. സർപ്ലസ് ആൻഡ് റിസർവ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് 2,98,134 രൂപയാണ്. കമ്പനിയുടെ ലയബിലിറ്റി ആയിട്ട് കാണിച്ചിരിക്കുന്നത് 3,19,131 രൂപയാണ് ലയബിലിറ്റി ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ടാഞ്ചിബിൾ അസറ്റായിട്ട് കാണിച്ചിരിക്കുന്നത് 1,32,78,989 രൂപയാണ് ടാഞ്ചിബിൾ അസറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത് 47,99,188 രൂപയാണ്. ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 43,96,302 രൂപയാണ് ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. കമ്പനി അടച്ചേക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് 1,02,133 രൂപയാണ് കമ്പനി അടച്ചേക്കുന്ന ടാക്സ്. കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്
2,98,134 രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടൈമിൽ പ്രേമലു അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ്. അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് വരുമ്പോൾ അത് വലിയ എമൗണ്ട് ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത് വരുമ്പോൾ തന്നെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോനെ പറ്റി അഭിപ്രായമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ബ്രാൻഡുകളുടെയോ സെലിബ്രിറ്റികളുടെയോ ബിസിനസ്സിനെ പറ്റി ചെയ്യണമെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. നമ്മൾ അതിനെപ്പറ്റി റിസർച്ച് നടത്തി അല്ലെങ്കിൽ അതിനെപ്പറ്റി സ്റ്റഡി നടത്തി അത് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.